Hello guys, Godzilla into Kong, the new empire. ഉം. എല്ലാവരും ട്രെയിലർ കണ്ടു. ഞാൻ ട്രെയിലർ ഒന്ന് റിയാക്ട് ചെയ്തതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ വീഡിയോ ഇട്ടു. ഒട്ടുമിക്ക ആൾക്കാർക്കും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. പേഴ്സണലി എനിക്ക് തോന്നുന്നുണ്ട്. കാരണം കുറെ ലീക്സും കാര്യങ്ങളും ആദ്യം പുറത്ത് വിട്ട ആൾക്കാരുടെ വീഡിയോ ഒന്നും പിന്നെ പ്രത്യക്ഷത്തിൽ കാണാനില്ല. കാരണം സ്ട്രൈക്ക് കിട്ടി കാണും. എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഷിമോയുടെ ക്യാരക്ടർ വരുന്നുണ്ട്, ടിയാറ്റൻ അങ്ങനെ ക്യാരക്ടർ വരുന്നുണ്ട്. സ്കാർ ആണ് ഗോഡ്സില്ലയുടെ ഓപ്പോസിറ്റ് എന്നറിയാം. അതുപോലെ തന്നെ ഷിമോ ആണ് ഗോഡ്സില്ലയുടെ ഓപ്പോസിറ്റ് എന്ന് അറിയാം. ജസ്റ്റ് അതിൻ്റെ ട്രെയിലറിലെ കുറച്ച് ഭാഗങ്ങളുണ്ട്. നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. കോങ്ങിന്റെ കയ്യിലിരിക്കുന്ന നമ്മുടെ ഗോഡ്സില്ലയുടെ പുറത്ത് വെച്ചേക്കുന്ന സാധനം വെച്ചിട്ടാണ് ഗോഡ്സില്ലയുടെ ആയുധം ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ ആ സാധനത്തിന്റെ ഒരു ബീം വരുന്നുണ്ട്. ബ്രെത്ത് ഫയർ ആണ്. അത് ഷിമോയുടെ ബ്രെത്ത് ഫയർ ആണ്. അതെന്തായാലും ഇങ്ങനെ ഫ്രീസ് ആയി പോകുന്നുണ്ട്. കോങ്ങിന്റെ കയ്യിലിരിക്കുന്ന സാധനം ഫ്രീസ് ആയി പോകുന്നുണ്ട്. അതുപോലെ തന്നെ കോങ് ഗോഡ്സില്ലാതെ വായി വരത്തുള്ളൂ. തീയുടെ ഒരു സാധനം വന്നിട്ട് കോങ് ഇങ്ങനെ നോക്കിയിരിക്കുന്ന, അതായത് അണ്ടി പോയാൽ പോലെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു സീനുണ്ട്. ആ സീനിന്റെ അകത്ത് കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സ്കാറിന്റെ ഐസാണ് കാണിക്കുന്നത് നമുക്ക് തോന്നും. പക്ഷെ സ്കാറിന്റെ ഐസ് അല്ല, അത് ഷിമോയുടെ ഐസ് ആയിട്ടാണ് കാണിക്കുന്നത്. അത് അതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാവും. പിന്നെ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് വെച്ച് ഇങ്ങനെ ബ്രസ് ഫയർ ഇങ്ങനെ മുകളിലോട്ട് പോകുന്നുണ്ട്. ആ ഫയർ പോകുന്നത് ഷിമോയുടെയാണ്. കാരണം ഓൾറെഡി നമ്മുടെ ഗോഡ്സില്ലയുടെ ബ്രസ് ഫയർ ഒരു പിങ്ക് കളറായിട്ട് ബാർബി കളറായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ബ്രസ് ഫയറിൽ ഇനി ഒരു ഫയർ പോവില്ല. അപ്പൊ ആ ഇടയ്ക്ക് ട്രെയിലറിനകത്ത് കാണിക്കുന്ന ഒരു രംഗമുണ്ട്. അതായത് മുകളിലോട്ട് ആകാശത്തോട്ട് നീല വെളിച്ചത്തില്, ആ നീല നിറത്തില് മുകളിലോട്ട് ബ്രത്ത് ഫയർ പോകുന്നത്. ഓക്കെ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷിമോയുടെയാണ്. ഷിമോയുടെ ആ വാല് കിടന്ന് കറങ്ങുന്ന ആ ഒരു സംഭവം അവിടെയുണ്ട്. അതേപോലെ തന്നെ ഗോഡ്സില്ല ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആ പല്ല്, അത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു വീടിന്റെ അത്രയും വലിപ്പമുള്ളൊരു പല്ല് തെറിച്ചു പോകുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഷിമോയുടെ ആയിരിക്കണം എന്ന് എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. സ്കാറിന്റെ ആവാനും അവന്റെ ആവാനും ചാൻസ് ഇല്ല. ഒരു പക്ഷേ സ്കാറിന്റെ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം കോങ്ങും സ്കാറും കൂടെ ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്കാണ് ആ സംഭവം കാണിക്കുന്നത്. അതുകൊണ്ട് അതെങ്ങനെയാന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. മൂവി കണ്ടു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഷിമോയുടെ കുറെ ഭാഗങ്ങൾ നീല വെളിച്ചത്തിൽ കാണുന്നത് മൊത്തം ഏകദേശം ഷിമോയുടെ ആ ഒരു ഫയറാണ്. കാരണം ഷിമോ ഓൾറെഡി ബ്ലൂവിലാണ് ഉള്ളത്. ബ്ലൂ നിറത്തിലാണ് പുള്ളിക്കാരന്റെ പവർ മൊത്തം ഉള്ളത്. അതേ സമയത്ത് നമ്മുടെ ഗോഡ്സില്ലയുടെ പവർ മൊത്തം ബാർബി കളർ അല്ലെങ്കിൽ പിങ്ക് കളറുള്ള രീതിക്ക് മാറിയിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഇത്രയാണ് ഈ ട്രെയിലറിനകത്തുള്ളത്. ഇനി ഉണ്ടോ എന്ന് നിങ്ങൾ താഴെ കമന്റ്. ഗോഡ്സില്ലയുടെ ഏറ്റവും വലിയ രൂപത്തിലുള്ള ഒരാളായിട്ടാണ് ഷിമോയുടെ പറയുന്നത്. അപ്പൊ ഷിമോ അതിന്റെ ഇടയ്ക്ക് തന്നെ എനിക്ക് തോന്നുന്നു ഗോഡ്സില്ലയും നമ്മുടെ കോങ്ങുമായിട്ട് ചെറിയ പ്രശ്നം ഉണ്ടാവുന്നുണ്ടോ എന്ന് ചെറിയ ഡൗട്ട് ഉണ്ട്. കാരണം ഞാൻ അതിന്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു സീൻ അതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. ട്രെയിലറിൽ അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഷിമോയുടെ ആണ്. ആ ബ്ലൂ അതിന്റെ ബ്രത്ത് ഫയർ വരുന്ന സമയത്ത് ബ്ലൂ നിറത്തിൽ കാണുന്ന മൊത്തം ഷിമോയുടെ ആവാനാണ് ചാൻസ്. സ്കാറിനെയാണ് അവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് അവർ കാണിക്കുന്നത്. പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ നമുക്ക് ഡീകോഡ് ചെയ്ത് കിട്ടുന്ന സമയത്ത് കുറെ അല്ലാത്ത ഷിമോയുടെ ഭാഗങ്ങൾ അതിൻ്റെ അകത്ത് കുറെ കാണാൻ പറ്റും. ആ രണ്ടുപേരുടെയും പക്ഷത്ത് ഇരിക്കുന്ന ടൈറ്റാൻസ് നമ്മള് ആദ്യ കാലഘട്ടങ്ങളിൽ കണ്ട രീതിയിലുള്ള വേറെ രണ്ടുപേരുടെയും ഭാഗത്ത് നിൽക്കുന്ന ടൈറ്റാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു ഓപ്പോസിറ്റ് വാർ ഉണ്ടാവും. അങ്ങനെ പോയാലും അത് എന്തായാലും ഉണ്ടാവും. കൂടുതല് ഇവർ രണ്ടുപേരുടെയും ഫൈറ്റ് ആയിരിക്കും എന്തായാലും നടക്കുക. നല്ല രീതിയിലുള്ള ഒരു ഫൈറ്റ് ആയിരിക്കും. മിക്കവാറും ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒക്കെ പറ്റാനുള്ള ചാൻസ് ഉണ്ട്. ഓൾറെഡി ആ കോങ്ങിന്റെ കൈയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അത് മെഷീൻ കൈയാണ് പിന്നെ വെച്ചു കൊടുക്കുന്നത്. സത്യം പറഞ്ഞാ കാണുമ്പോ ഒരു അരങ്ങായിരിക്കും. എന്തായാലും കൊള്ളാം. ശരി എന്നാ, ബൈ ബൈ.